നമസ്കാരം. ലോകത്തിന്റെ ഹൃദയം കവർന്ന ഒരു നേതാവാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. എന്നാൽ അദ്ദേഹം ഒരു ഹൃദ്രോഗ വിദഗ്ധൻ കൂടിയാണ് എന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹം ശസ്ത്രക്രിയ നടത്തുന്ന ചില ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ യുദ്ധം നടക്കുന്ന സമയത്തൊക്കെ ലോകത്തിന്റെ ഹൃദയം കവരുന്ന പല നീക്കങ്ങളും അദ്ദേഹം നടത്തിയിരുന്നു. അതായത് പുതുസ് ദിനവുമായി ബന്ധപ്പെട്ട് തെരുവിലിറങ്ങിയ ഇറാനികൾക്കൊപ്പം റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച ഇറാൻ പ്രസിഡന്റും തെരുവിലിറങ്ങിയിരുന്നു. ജനങ്ങളിൽ ഒരാളായി, സാധാരണക്കാരിൽ ഒരാളായി അദ്ദേഹം തെരുവിൽ പ്രത്യക്ഷപ്പെട്ടു. അമേരിക്കയുടെ ഭീഷണി നിലനിൽക്കുന്ന സമയത്ത് ടെഹ്റാനിലെ തെരുവിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പ്രത്യക്ഷപ്പെട്ടത് സൈക്കിളിലാണ്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം മുഖത്ത് രണ്ട് അടി കിട്ടിയാലും ഇത്ര പ്രശ്നമുണ്ടാകില്ല. അത്ര വലിയ നാണക്കേടാണ് ഇറാൻ പ്രസിഡന്റ് പരസ്യമായി ട്രംപിനുണ്ടാക്കിയത്. അങ്ങനെ ലോകം ഈ സാമ്രാജ്യത്വത്തിനെതിരെ ശക്തമായ നിലപാടെടുത്ത ഇറാൻ പ്രസിഡന്റിന്റെ നീക്കങ്ങളെ പ്രശംസിച്ചിരുന്നു. ചില കോണുകളിൽ നിന്നൊക്കെ അദ്ദേഹം വിവരക്കേടാണ് കാണിക്കുന്നത് എന്ന പ്രതികരണങ്ങളും ഉണ്ടായി. കാരണം അമേരിക്കയും ഇസ്രായേലും ചതിയന്മാരാണ്, അവരുടെ ഭീഷണി നിലനിൽക്കുന്ന സമയത്ത് ഇങ്ങനെ പൊതുസ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ പാടില്ല, സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള ആളുകളുടെ നഷ്ടം, അവർ മരണപ്പെട്ടാൽ അവർക്കത് കടുത്ത ഒരു തിരിച്ചടിയാകും, അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടും എന്നൊക്കെയുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടായത്. ഇറാൻ പ്രസിഡന്റിനെ അനുകൂലിച്ചുകൊണ്ട് തന്നെയാണ് ആ പ്രതികരണങ്ങൾ. എന്തായാലും ഇവിടെ ചിലപ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ ലോകത്തിന്റെ ഹൃദയം കവരാൻ ഇട വരുത്തിയിട്ടുണ്ട്. എന്തായാലും ഹൃദയം കവർന്ന ആ നേതാവ് ഒരു ഹൃദ്രോഗ വിദഗ്ധൻ കൂടിയാണ് എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ലോകം മുഴുവൻ ഇറാനെ അനുകൂലിച്ചു നിൽക്കുന്ന ഒരു സമയമാണിപ്പോൾ. ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ഇറാൻ നടത്തുന്ന നയതന്ത്ര നീക്കങ്ങളെ പ്രശംസിച്ച് രംഗത്തെത്തുകയാണ്. അമേരിക്ക ഊതി വീർപ്പിച്ച ബലൂണാണ്. ചർച്ച നടത്താനോ ചർച്ചയിൽ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കാനോ ലോകത്തെ ബോധ്യപ്പെടുത്താനോ അവർക്ക് കഴിയുന്നില്ല. അവർ വെറുതെ എന്തെങ്കിലുമൊക്കെ പറയുകയാണ്. അതേസമയം ഇറാന്റെ നിലപാട് വളരെ കൃത്യമാണ്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി അദ്ദേഹം ലോകരാജ്യങ്ങളുമായി നടത്തുന്ന ഇടപെടലുകൾ, നീക്കങ്ങൾ, അത് അങ്ങേയറ്റം പ്രശംസക്ക് അർഹമായിട്ടുള്ള നീക്കങ്ങൾ തന്നെയാണ് അദ്ദേഹം നടത്തുന്നത് എന്നൊക്കെയുള്ള ചില പ്രതികരണങ്ങൾ ലോകത്തിന്റെ ഭാഗത്തു നിന്ന്, വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. അതേസമയം അമേരിക്കയും ഇസ്രായേലും ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം അവിടുത്തെ ഭരണാധികാരികൾ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണെങ്കിലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണെങ്കിലും ഇപ്പോൾ പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിൽ പോലും ധൈര്യപൂർവ്വം പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. അമേരിക്കക്കാരെ അക്രമകാരികളാക്കിയ അമേരിക്കൻ പ്രസിഡന്റ് എന്ന രീതിയിലാണ് ട്രംപിനെ കുറിച്ച് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അതേസമയം ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ കോടതികളുടെ കണ്ണു വെട്ടിച്ചുകൂടെ നടക്കേണ്ട ഒരു അവസ്ഥയാണ് അദ്ദേഹത്തിനുണ്ടായിരിക്കുന്നത്. അഴിമതി കേസുകളുമായി ബന്ധപ്പെട്ട് വിചാരണ നേരിടുന്ന ബെഞ്ചമിൻ നെതന്യാഹു 12 ദിവസം നീണ്ടുനിന്ന ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഗസ യുദ്ധവുമായി ബന്ധപ്പെട്ടൊക്കെ ആ കാരണം പറഞ്ഞ് കോടതികളിൽ ഹാജരാകാതെ മുങ്ങി നടക്കുന്ന പ്രധാനമന്ത്രി എന്ന ഒരു വാർത്തയാണ് അദ്ദേഹത്തെ കുറിച്ച് പ്രചരിക്കുന്നത്. എന്തായാലും ഇപ്പോഴും ബെഞ്ചമിൻ നെതന്യാഹുവിനെ കുറിച്ച് പുറത്തു വരുന്ന വിവരങ്ങൾ അത്തരത്തിലുള്ളത് തന്നെയാണ്. സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞ് കോടതിയിൽ പോലും ഹാജരാകാൻ ബെഞ്ചമിൻ നെതന്യാഹു തയ്യാറാകുന്നില്ല. എന്തായാലും എത്ര നാൾ ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ഇവിടെ സത്യം ഒരു നാൾ പുറത്തു വരും. അത് വളച്ചൊടിക്കാം, മൂടിവെക്കാം. അതേസമയം പുറത്തു വന്നേ മതിയാകൂ എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാൻ കഴിയുന്നത് സത്യം മറനീക്കി പുറത്തു വരുന്നത് തന്നെയാണ്.